ഈശോയിൽ സ്നേഹം നിറഞ്ഞ ജോസപ്പച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ കർത്താവിൻ്റെ പിറവിത്തിരുനാളിൻ്റെ ആശംസകളെല്ലാം നേരുകയാണ്. ദൈവം നിങ്ങളെ ഈ ദിവസം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈശോ കാലിത്തൊഴുത്തിലാണോ പിറന്നത്? സുവിശേഷത്തിൽ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കാലിത്തൊഴുത്തിലാണോ എന്ന് പിറന്നത് എന്ന് ഒരു സംശയം തോന്നാം. സുവിശേഷ ഭാഗം ശ്രദ്ധിക്കുമ്പോഴും കാലിത്തൊഴുത്ത് എന്ന് പറയുന്നില്ല. ചില ആളുകൾ കാലിത്തൊഴുത്തിലല്ല പിറന്നത് എന്നൊക്കെ പറയാറുണ്ട്. പകരം ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിൽ പുൽത്തൊട്ടിയിൽ കിടത്തി. അതിന് മുൻപുള്ള ഇന്നത്തെ സുവിശേഷം, അതിന് മുൻപ് പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ അത് അവർ ആട്ടിടയന്മാർ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അപ്പോൾ ഈ പുൽത്തൊട്ടി എന്നുള്ള പ്രയോഗം അത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും ഇത് പറയുന്നുണ്ട്. പുൽത്തൊട്ടി അത് ഗ്രീക്ക് ഭാഷയിൽ പുൽത്തൊട്ടിക്ക് പറയുന്ന പേര് ഫാറ്റിനെ എന്നാണ്. ഫാറ്റിനെ. എന്നെ കേൾക്കുന്നവരെന്ന് കരമുയർത്തിക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഫാറ്റിനെ എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്, പുൽത്തൊട്ടി. എന്നാൽ അതിൻ്റെ അർത്ഥം കാലികൾക്ക് തീറ്റ വയ്ക്കുന്ന സ്ഥലം, അങ്ങനെയല്ലേ? പുൽത്തൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴുത്തിൽ കാലികൾക്ക് ഭക്ഷണം വയ്ക്കാനായിട്ടൊരു കൊട്ട എന്തെങ്കിലും വെച്ചിരിക്കും. ഇപ്പോൾ ചില ഫാമുകളിൽ ഇങ്ങനെ നിരനിരയായിട്ട് കാലികൾ വന്ന് ഭക്ഷണം കഴിക്കാൻ അതിന് അങ്ങനെ വളരെ നല്ല നീളത്തിൽ ഒരു തൊട്ടി പോലെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൽ കാലികൾക്ക് തീറ്റ വയ്ക്കുന്ന സ്ഥലം. ഇനി ഈ ഫാത്തിന എന്നുള്ള ഗ്രീക്ക് പദം, ആ അർത്ഥം തന്നെ വരുന്ന ആ ഫാത്തിന എന്നുള്ള അത് ഹീബ്രുവിൽ അതിൻ്റെ അർത്ഥം വരുന്നത് തൊഴുത്ത് എന്നാണ്. മനസ്സിലായി? ഫാത്തിന എന്നുള്ള ഗ്രീക്ക് അർത്ഥം വരുന്ന, അത് പുൽത്തൊട്ടി എന്നർത്ഥം വരുന്ന ഫാത്തിന എന്നുള്ള ഗ്രീക്ക് പദത്തിൻ്റെ ഹീബ്രു പദങ്ങളുടെ അർത്ഥം, അത് വിവിധ പദങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം തൊഴുത്ത് എന്നാണ്. അപ്പോൾ ഭാഷാപ്രയോഗത്തിൽ ഒരു മെറ്റനോമി എന്ന് പറയുന്ന ഒരു ഭാഷാലങ്കാര പ്രയോഗമുണ്ട്. മെറ്റനോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ പറയാൻ വേറൊരു പദം ഉപയോഗിക്കുക. തൊഴുത്ത് എന്ന് നേരിട്ട് പറയുന്നില്ല, പക്ഷെ പുൽത്തൊട്ടി എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം പുൽത്തൊട്ടി എവിടെയാണ് ഉണ്ടാകുന്നത്? ഒരു കാലിത്തൊഴുത്തിലല്ലേ പുൽത്തൊട്ടി ഉണ്ടാകുക. അപ്പോൾ പുൽത്തൊട്ടി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അർത്ഥമാണ് ഈശോ കാലിത്തൊഴുത്തിലാണ് പിറന്നത്. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ എവിടെയോ ആരൊക്കെയോ ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തുന്നവർ കാലിത്തൊഴുത്തിലൊന്നും അല്ല പിറന്നത് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഇത്. ഈശോ പിറന്നത് കാലിത്തൊഴുത്തിലാണ് പുൽത്തൊട്ടി ഉണ്ടാകുക. കാലികൾക്ക് ഭക്ഷണം വയ്ക്കുന്ന സംഭവമാണ് പുൽത്തൊട്ടി. അവിടെയാണ് ഈശോ ജനിച്ചത്. അപ്പോൾ ബത്ലഹേമിലെ ബത്ലഹേം എന്ന സ്ഥലത്താണല്ലോ ഈശോ ജനിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. അപ്പത്തിൻ്റെ ഭവനം എന്ന് പേരുള്ള ബത്ലഹേമിൽ ഈശോ കാലികൾക്ക് ഭക്ഷണം വയ്ക്കുന്ന പുൽത്തൊട്ടിയിൽ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ഈശോ ഒരു പ്രഘോഷണം നടത്തിയിട്ടുണ്ട്. നിശബ്ദമായൊരു പ്രഘോഷണം. നമുക്ക് ഭക്ഷണമായി തീരാനുള്ളവൻ ഭക്ഷണം വയ്ക്കുന്ന സ്ഥലത്ത് പിറന്നു. നമുക്ക് പരിശുദ്ധ കുർബാനയായി തീരാനുള്ളവൻ കാലികൾക്ക് ഭക്ഷണം വയ്ക്കുന്ന സ്ഥലത്ത് വന്ന് പിറന്നു വീണു. അപ്പം ലൂക്ക 2:7, 2:12, 2:16 ഈ പുൽത്തൊട്ടി എന്ന വാക്ക് പറയുന്നത്. ലൂക്ക 2:7 തന്നെ ഇതിനെ തുടർന്നുള്ള വചനം ഇങ്ങനെയാണ്. ലൂക്ക 2:7 അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഇനി മറ്റൊരു പദപ്രയോഗം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സത്രം എന്ന വാക്കിന് ഇവിടെ ലൂക്ക 2:7
2:7 കത്തലൂമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് പദം കത്തലൂമ. ലൂക്ക 2:7 സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുന്ന ഭാഗത്തുള്ള സത്രത്തിന് കത്തലൂമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായത്തിൽ ആ സമരിയക്കാരൻ ആ അർദ്ധപ്രാണനാക്കപ്പെട്ടയാളെ കൊണ്ട് സത്രത്തിൽ ഏൽപ്പിച്ചു. അവിടെ പറയുന്ന സത്രത്തിൻ്റെ പേര് പാൻതൊക്യോൺ എന്നാണ്. പാൻതൊക്യോൺ. യഥാർത്ഥത്തിൽ സത്രം എന്ന വാക്ക്, അതിൻ്റെ ആ റൂട്ട് പദം, ഗ്രീക്ക് പദം, അത് പാൻതൊക്യോൺ ആണ്. കത്തലൂമ എന്ന വാക്കിൻ്റെ അർത്ഥം സത്രമെന്നല്ല യഥാർത്ഥത്തിൽ. അതിൻ്റെ അർത്ഥം ഭക്ഷണമുറി, വിശ്രമമുറി എന്നാണ്. മനസ്സിലായോ? ലൂക്ക 2:7 സത്രം എന്ന പദം ഉപയോഗിക്കാൻ കത്തലൂമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കത്തലൂമ എന്ന വാക്കിൻ്റെ അർത്ഥം സത്രമെന്നല്ല, പാൻതൊക്യോൺ എന്ന വാക്കാണ് സത്രം എന്ന പദം ഉപയോഗിക്കുന്നത്, ഗ്രീക്കിൽ ഉള്ള വാക്ക്. പക്ഷേ ഇവർ ഈ സുവിശേഷം രചിച്ചപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന സത്രം എന്ന വാക്ക്, അത് കത്തലൂമ, അതിൻ്റെ അർത്ഥം ഭക്ഷണമുറി എന്നാണ്. ഇനിയും ലൂക്ക 22-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്കറിയാം, പെസഹ ഭക്ഷണം ഒരുക്കാൻ ഒരു മുറി, ഭക്ഷണമുറി ഒരുക്കി. അവിടെയും കത്തലൂമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ, അവർക്ക് ഈശോയ്ക്ക് വിശ്രമമുറി ലഭിച്ചില്ല. ഈശോയ്ക്ക് ജനിക്കാൻ ലൂക്ക 2:7 ഭക്ഷണമുറി ലഭിച്ചില്ല. പക്ഷേ പെസഹ ഒരുക്കാൻ, അന്ത്യത്താഴ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഈശോയ്ക്ക് കത്തലൂമ തുറക്കപ്പെട്ടു, ഒരു വിശ്രമമുറി തുറന്നു കിട്ടി. അന്ന് ഭക്ഷണമായി ജനിച്ചവൻ, നമുക്ക് കുർബാനയായി ജനിക്കുന്നവന്, അവന് ഭക്ഷണമുറി തുറന്നു കിട്ടിയില്ല. പക്ഷേ അന്ത്യത്താഴ സമയത്ത് ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കത്തലൂമ, വിശ്രമമുറി തുറന്നു കിട്ടി. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത് ഇത് തന്നെയാണ്. ഈശോ നമുക്ക് ഭക്ഷണമായി ജനിക്കാനുള്ളവൻ്റെ ജനിച്ചു വീണു. പുൽത്തൊട്ടിയിൽ ഭക്ഷണം വയ്ക്കുന്ന സ്ഥലത്ത്, ഭക്ഷണമുറിയിൽ ഈശോ ജനിച്ചു വീണു. അന്ന് തുറന്നു കിട്ടിയില്ല. പക്ഷേ ഇന്ന് അന്ത്യത്താഴ സമയത്ത് ഈശോയ്ക്ക് ആ മുറി, ഭക്ഷണം ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയാൻ തുറന്നു കിട്ടി. നമ്മളിന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ബാഹ്യമായ ആഘോഷങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവൻ പിറന്നു വീണത്, ആ സിംബോളിഫിക്കേഷൻ പോലും നമുക്ക് പരിശുദ്ധ കുർബാനയായി, ഭക്ഷണമായി തീരാൻ വേണ്ടിയിട്ടാണ്. ഈ കൂട്ടത്തിൽ കുമ്പസാരിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ ചെയ്യാതെ ഈ ക്രിസ്മസ് നാളുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് കുമ്പസാരിക്കാതെ കടന്നു പോകുന്നവരുണ്ടാകാം. പക്ഷേ ഈശോ നമുക്ക് വേണ്ടി പിറന്നു വീണത് നമുക്ക് ഭക്ഷണമായി മാറാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ആഘോഷിച്ചാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഈശോ ജനിച്ചു വീണതിൻ്റെ ഉദ്ദേശം നമുക്ക് ഭക്ഷണമായി തീരാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുമ്പസാരവും ഇല്ലാത്ത നാളുകൾ, അത് വളരെ ദൈവത്തിന് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഈശോ പിറന്നത് നമുക്ക് ഭക്ഷണമായി തീരാനാണ്. ഭക്ഷണം വയ്ക്കുന്ന സ്ഥലത്ത് ഭക്ഷണമായി പിറന്നു വീണത്, അപ്പത്തിൻ്റെ നഗരമെന്നറിയപ്പെടുന്ന ബെത്ലഹേമിൽ ജനിച്ചത് നമുക്ക് ഭക്ഷണമായി തീരാനാണ്. നമുക്കതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം, മുടക്കം കൂടാതെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും കൂടെ കൂടെ കുമ്പസാരിക്കാനും. അല്ലെങ്കിൽ നമ്മൾ ഈ ബാഹ്യമായ ഈ കൂടിച്ചേരലുകളോ ഒന്നിനും ഒരർത്ഥമില്ല. ഇപ്പോൾ കാഴ്ചവെപ്പ് നടത്തുന്നവർ പോലും, അപ്പോൾ ഈ കാഴ്ചവെപ്പ് നടത്തുമ്പോൾ പോലും കുമ്പസാരിച്ചിട്ടുമില്ല, കുർബാന സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നീ നിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ വെക്കുമ്പോഴും നിൻ്റെ ജീവിതവും നിൻ്റെ സമർപ്പണവും കുമ്പസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും പ്രിയ ദൈവ പൈതലെ നിനക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ് കുഞ്ഞെ. ഇതിലൊന്നും അർത്ഥമില്ലാതാകും. ഈശോ നിനക്ക് വേണ്ടി നിൻ്റെ ഉള്ളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ഈശോ ജനിച്ചു വീണത്. നമുക്ക് ഭക്ഷണമായി തീരാൻ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ അവൻ പിറന്നു വീണു. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാം. ഈ ഉൾക്കാഴ്ച നമുക്ക് സ്വീകരിക്കാം. നല്ല തീരുമാനങ്ങൾ എടുക്കാം, പ്രതിജ്ഞ എടുക്കാം. കർത്താവിൻ്റെ കൂടെ കൗതാശികമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഈശോ തൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.